ഹായ് ഹലോ എവരി വൺ. നമുക്ക് ആഫ്രിക്കയിൽ പോകാണ്ട് തന്നെ ആഫ്രിക്കയിലെ വിശേഷങ്ങളും കൾച്ചറും ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? സോ വെൽക്കം ബാക്ക് ടു ജാസ് വേൾഡ് ബൈ ശ്രുതി. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രാഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ് അഥവാ മനുഷ്യവംശത്തിൻ്റെ ഉത്ഭവസ്ഥാനം എന്നറിയപ്പെടുന്ന ആഫ്രിക്കയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആഫ്രിക്ക വെറും ഒരു ഭൂഖണ്ഡം മാത്രമല്ല, മറിച്ച് ആയിരക്കണക്കിന് ഗോത്രങ്ങളും ഭാഷകളും ആചാരങ്ങളും ചേർന്ന ഒരു വലിയ വിസ്മയമാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നൃത്തവും പാട്ടും ഒക്കെ തന്നെ. കഥകളിലൂടെയും പാട്ടുകളിലൂടെയും തലമുറകളിലേക്ക് അറിവ് കൈമാറി വരുന്ന രീതി ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. ലോക പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് ആഫ്രിക്കയുടെ കരകൗശല വൈദഗ്ധ്യം. ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുമുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് മരങ്ങൾ കൊണ്ട് ഇവർ നിർമ്മിക്കുന്ന മുഖംമൂടികൾ. വളരെ പ്രസിദ്ധമായ ഇവ പലപ്പോഴും ഇവർ ഉപയോഗിക്കുന്നത് മതാചാരങ്ങൾക്കും നൃത്തങ്ങൾക്കും വേണ്ടിയാണ്. അവരുടെ ഓരോ നിർമ്മിതിയിലും ഓരോരോ കഥകളുണ്ട്. അവരുടെ പൂർവികരെക്കുറിച്ചും അവരുടെ കൾച്ചറുകളെക്കുറിച്ചും അവരുടെ ജീവിതശൈലികളെക്കുറിച്ചും പരമ്പരാഗതമായി കൈമാറി വന്ന അറിവുകളെക്കുറിച്ചും ഒക്കെ ഒരുപാട് കഥകൾ അവർ നമുക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ മുത്തുകൾ കൊണ്ടുള്ള ഹാൻഡ് വർക്കുകളും അവരുടെ കലയുടെ ഒരു ഭാഗമാണ്. മാസായി ഗോത്രക്കാർ നിർമ്മിക്കുന്ന കൊണ്ടുള്ള ആഭരണങ്ങൾ അവരുടെ പദവിയുടെയും സംസ്കാരത്തിൻ്റെയും ഒരു അടയാളമായിട്ടാണ് അവർ കരുതുന്നത്. ആഫ്രിക്കൻ കല എന്നത് വെറും ഒരു ഭംഗിവാക്ക് മാത്രമല്ല, മറിച്ച് ആത്മീയമായ അർത്ഥങ്ങൾ കൂടിയുണ്ട്. മരിച്ച പൂർവികരെ ആദരിക്കുവാനും പ്രകൃതിയെ വന്ദിക്കുവാനും അവർ തങ്ങളുടെ കലയെ കാലാകാലങ്ങളായി ഉപയോഗിച്ചു വരുന്നു. അതുപോലെ തന്നെ ആഫ്രിക്കൻ വസ്ത്രധാരണ രീതികൾ വളരെ മനോഹരവും അർത്ഥവത്തുമാണ്. ഓരോ ദേശത്തിനും ഗോത്രത്തിനും തനതായ വസ്ത്രധാരണ ശൈലികളും രീതികളുമുണ്ട്. ഓരോ പ്രദേശത്തെയും ഗോത്രങ്ങളെയും സംസ്കാരങ്ങളെയും പ്രതിനിധീകരിക്കുന്ന വ്യത്യസ്ത തരം വസ്ത്രധാരണ രീതികളാണ് കാൻഷു, ഷുക, കാംഗ, ദർഷിക്കി, കെൻതെ എന്നൊക്കെ പറയുന്നവ. മനോഹരമായ നിറങ്ങളും ജാമിതീയ രൂപങ്ങളുമാണ് ഇവരുടെ തുണിത്തരങ്ങളുടെ ഒരു പ്രത്യേകത. നമുക്ക് ഇതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ആഫ്രിക്കൻ സംഗീതത്തിൻ്റെ ആത്മാവ് എന്നറിയപ്പെടുന്നത് തന്നെ ഡ്രമ്മുകളാണ്. പശ്ചിമ ആഫ്രിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ഡ്രമ്മാണ് ജെംബെ. തടിയിൽ കുത്തിയെടുത്തിട്ടുള്ള ഇവയുടെ മുകൾ ഭാഗം ആട്ടിൻ തോലാലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തടിയിൽ തീർത്ത മനോഹരമായ ഒരുപാട് ശില്പങ്ങളും ഇവരുടെ കളക്ഷൻസിലുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആഫ്രിക്കയിലെ നൃത്തരൂപങ്ങൾ. അഡോമോ എന്നറിയപ്പെടുന്ന കെനിയയിലെയും ടാൻസാനിയയിലെയും മാസായി ഗോത്രവർഗ്ഗക്കാരുടെ പ്രശസ്തമായ ഒരു ജമ്പിംഗ് ഡാൻസാണിത്. എത്രത്തോളം ഉയരത്തിൽ ചാടുന്നു എന്നത് അവരുടെ കരുത്തിൻ്റെ അടയാളമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആഫ്രിക്കയിലെ മരപ്പണി എന്നത് വെറും ഒരു കൗതുക വസ്തു മാത്രമല്ല, അതവരുടെ പാരമ്പര്യത്തിൻ്റെയും ആത്മീയതയുടെയും ഭാഗമാണ്. ഒരുപാട് ശില്പങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബോട്ട് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അദ്ദേഹം. ഒരുപാട് മനുഷ്യരൂപങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, അങ്ങനെ ഒരുപാട് കാര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആമ, പിന്നെന്താ കൊത്തുപണികൾ കൊണ്ടുള്ള ചെയർ, ആനക്കൊമ്പിൻ്റെ ഷേപ്പിലുള്ള കൊത്തുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ആണ് ഇവരുടെ വർക്കിന്. എന്താ പറയുക, കൊത്തുപണിക്ക് ശേഷം അവരത് പോളിഷ് ചെയ്യാനായിട്ട് എന്തോ ഒരു അത് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ അവർ കാണിച്ചു തന്നായിരുന്നു, അത് വീഡിയോയിൽ ഉൾപ്പെടുത്തി. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഫേസ് ടു ഫേസ് നോക്കിയിരിക്കുന്ന രണ്ട് മനുഷ്യന്മാരുടെ രൂപങ്ങളാണ് അവർ ഏറ്റവും അധികം അവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. യഥാർത്ഥ മനുഷ്യരൂപത്തോട് 100% സാമ്യം പുലർത്തുന്നതിന് പകരം കൂടുതൽ പ്രതീകാത്മക രീതിയിൽ, അതായത് സിംബോളിക്കായ രീതിയിലാണ് ഇവ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ ശില്പങ്ങൾക്ക് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അതായത് കുടുംബ ബന്ധങ്ങളുടെ ദൃഢത, ഒത്തൊരുമ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെയാണ് അവർ ഇത്തരത്തിലുള്ള ശില്പങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. മനോഹരമായ ഈ സ്കൾപ്ചറുകളെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് എക്സ്പ്ലനേഷൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം നമുക്ക് തന്നു കേട്ടോ, അത് വാങ്ങാൻ വേണ്ടിയിട്ട്. ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിലയുണ്ട് കാര്യങ്ങൾക്ക്. പക്ഷേ വർത്താണ്. കാര്യം അത്ര ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
അപ്പോൾ ദമാം ഗ്ലോബൽ സിറ്റിയിൽ അവർ 6 മന്ത്സ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ലാസ്റ്റ് 6 മന്ത് അവർ ദുബായിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മളവിടെ നിന്ന് പതുക്കെ മൂവ് ചെയ്തു. അപ്പോൾ നമ്മുടെ ആഫ്രിക്കൻ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.